ഹലോ ഫ്രണ്ട്സ്, റിപ്ലൈ 9088 എപ്പിസോഡ് 15 പാർട്ട് 1 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സുൻവോ ടേക്കിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അങ്കിളെ ബേസ്ബോൾ കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഇത് കേൾക്കുന്ന ടേക്കിൻ്റെ അച്ഛനാണെങ്കിൽ ശരിക്കും സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. അതായത് സുൻവോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ കളിക്കാനൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല. ആൾ ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. ആൾക്ക് ആ വിളി ഇഷ്ടമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആൾ റെഡിയായിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഈ ഓട്ടം ശരിക്കും ബോറാനെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അതായത് സുൻവോയും ബോറാനയും കൂടി ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കണം ഈ കളിക്കാനൊക്കെ പോകുന്നത്. ഈ ടൈമിലെ കിമ്മിൻ്റെ അമ്മയാണെങ്കിൽ ഞങ്ങൾ അമ്മമാരെല്ലാവരും കൂടി പുറത്ത് ഫുഡ് കഴിക്കാൻ പോവുക, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിള്ളേരൊക്കെ വിളിച്ചു വരുത്തി ഇവിടെ ഫുഡ് കഴിച്ചു എന്ന് പറയുകയാണ്. ആ സമയത്ത് ബോറാനയാണെങ്കിൽ എല്ലാവരും എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ജങ്ങാണെങ്കിൽ ഞാനുണ്ടല്ലോ അമ്മ ഇവിടെ, ഞാൻ എല്ലാവർക്കും ഫുഡ് ശരിക്കും വാങ്ങി കൊടുത്തോളാം എന്ന് പറയുകയാണ്. ജങ്ങാണെങ്കിൽ ഈ ഇടയിട്ട് നല്ല ഹാപ്പിയാണല്ലോ, അത് ആളുടെ മുഖത്ത് കാണും ചെയ്യാം. ഇത് കാണുന്ന ബോറാനയാണെങ്കിൽ ചേട്ടൻ ആരെയോ ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ ഞാനൊന്നും ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ മുഖം കണ്ടാലറിയാം ഭയങ്കര സന്തോഷത്തിലാണല്ലോ, നുണ പറയാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പറയാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ ഞാനാരും ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ലെന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. ബോറാനയാണെങ്കിൽ എന്തായാലും ഒരു ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. ബോറാന അവിടെ നിന്നും പോയതും ഇതെല്ലാം തന്നെ തൊട്ടപ്പുറത്ത് നിന്ന് സ്പെക്സുകാരൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. സംഭവം പാളിപ്പോയിന്ന് ശരിക്കും ജങ്ങിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജങ് ഭയങ്കര സൗമ്യമായിട്ട് നീ ഒന്നും കേട്ടില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം കേട്ടു എന്ന് പറയുകയാണ്. ഇത് സീക്രട്ടായിട്ട് വെക്കണേന്ന് ജങ് തിരിച്ച് പറയുമ്പോൾ പിന്നെന്താ എൻ്റെ മൗത്ത് നിന്ന് ഇത് പുറത്തേക്ക് പോവത്തേ ഇല്ല എന്ന് പറയുന്ന സ്പെക്സുകാരൻ ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാമല്ലേ എന്ന് പറയുകയാണ്. അതായത് ഓരോന്ന് ഓർഡർ ചെയ്ത് തുടങ്ങി. ഈ സമയത്ത് സ്പെക്സുകാരൻ്റെ അമ്മ ജോലിക്ക് പോകുന്നതും അതെ ടേബിളിൻ്റെ മുകളിൽ കാശ് വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്കും രാത്രിക്കും ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് തന്നെയല്ലേ എല്ലാ പ്രാവശ്യം ഓർഡർ ചെയ്യുന്നതെന്ന് സ്പെക്സുകാരൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ബോറാനയും അമ്മയും ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എത്ര മാസം കൂടി ഉണ്ട് നിന്റെ പാർട്ട് ടൈം ജോലി എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒരു മാസം കൂടി ഉണ്ടെന്ന് ബോറാന പറയുകയാണ്. അമ്മയാണെങ്കിൽ ഈയിടെയായിട്ട് എന്തെന്നറിയില്ല, ഞാൻ നിലത്തൊന്നുമല്ല ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ അവരുടെ ഫാമിലിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ ബോറാന വന്ന് അച്ഛനോടും അമ്മയോടും സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഈ സിവിൽ സർവീസ് എക്സാമിന് എഴുതാൻ തയ്യാറാണെന്നും ഒരു മാസത്തേക്ക് തൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള പാർട്ട് ടൈം ജോബ് ഉള്ളതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ചേരാം, അതുവരെ ഇത് ആരോടും പറയേണ്ട, അതായത് സിബ്ലിങ്സിനോടോ അയൽക്കാരോടോ ആരോടും പറയരുതെന്നൊക്കെ പറയുകയാണ്. അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഞങ്ങളിത് ആരോടും പറയില്ല, നിനക്ക് എത്ര വേണമെങ്കിലും നീ ട്രൈ ചെയ്തോ, പൈസയുടെ കാര്യത്തെപ്പറ്റി നീ ആലോചിക്കുകയേ വേണ്ട എന്നാണ് പാരൻസ് പറയുന്നത്. കാരണം അവർ അത്രയ്ക്കും സന്തോഷത്തിലായിരിക്കും ഇവളുടെ ഈ തീരുമാനത്തിൽ. അങ്ങനെ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം ഗ്രൗണ്ടിലാണെങ്കിലോ സുൻവോയും ചോയും കൂടി കളിക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. ടേക്കിൻ്റെ അച്ഛനാണെങ്കിൽ ഈ ഗ്ലൗസ് ഇടുന്നത് കണ്ടിട്ട് അങ്കിളിത് അത്ര പരിചയമില്ല അല്ലേ, അങ്കിൾ എക്സസൈസ് ഒന്നും ചെയ്യാറില്ലാലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അങ്കിള് പേടിക്കൊന്നും വേണ്ട, ഞാൻ ജീഞ്ചു ആണെന്ന് കരുതി വളരെ ചെറിയ ദൂരത്ത് നിന്ന് എറിഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒന്ന് ടേക്കിൻ്റെ അച്ഛൻ പറയാൻ വരുന്നുണ്ട്. പക്ഷേ സുൻവോയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അവൻ എന്നാൽ ശരി നമുക്ക് എറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് എറിയുമ്പോൾ അത് കറക്റ്റായിട്ട് ടേക്കിൻ്റെ അച്ഛൻ പിടിക്കുന്നുണ്ട്. ഇത് കാണുന്ന സുൻവോയാണെങ്കിൽ കൊള്ളാലോ, കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തല്ലോ, ചിലപ്പോൾ ഇത് ഞാൻ അടുത്ത നില എറിഞ്ഞത് അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ടേക്കിൻ്റെ അച്ഛൻ ഇവനോട് കുറച്ചുകൂടി ദൂരത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയുകയാണ്. അതായത് ഇനി ടേക്കിൻ്റെ അച്ഛൻ്റെ കൂടാണല്ലോ, അപ്പോൾ ആളൊന്ന് പുറകേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ടേക്കിൻ്റെ അച്ഛൻ കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ സുൻവോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ പറയുന്ന പോലെ തന്നെ പിന്നിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ പന്ത് എറിയുന്ന സമയത്ത് ആ കളിയിൽ നമ്മുടെ സുൻവോ ഔട്ടാവുകയാണ്. ഇത് കാണുമ്പോൾ സുൻവോയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. അതായത് താൻ വിചാരിച്ച ആളല്ല മിസ്റ്റർ ചോയ്. നെക്സ്റ്റ് സീനിൽ സുൻവോന്റെ അമ്മ മാർക്കറ്റിലേക്ക് പോകുന്നത് കൊണ്ട് ജീൻജുവിനെ ചോയുടെ അടുത്താക്കുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ കളി കഴിഞ്ഞ് വരുമ്പോൾ ബോറാന സുൻവോയോട് എങ്ങനെ ഉണ്ടായിരുന്നു കളി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ അങ്കിള്, ആള് പുലിയാണെന്നൊക്കെ പറഞ്ഞ് സുൻവോ സംസാരിക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടി അടുത്ത് നിന്ന് നമുക്ക് ഇനി എപ്പോഴാണ് കാണുക എന്ന് ചോദിക്കുന്ന കറക്റ്റ് സമയത്താണ് അവിടേക്ക് സ്പെക്സുകാരനും ദെക്സോണിയും കൂടി കയറി വരുന്നത്. പെട്ടെന്ന് തന്നെ ബോറാനെ വിഷയം മാറ്റി എടാ നീ എന്താ ഇവിടെ, നിനക്ക് വീട്ടിലിരുന്ന് കഴിച്ചുകൂടെ എന്ന് സ്പെക്സുകാരനോട് ചോദിക്കുകയാണ്. അത് പിന്നെ ചേച്ചി ഇവിടുന്ന് ഒരു നല്ല മണം അടിച്ചപ്പോൾ ഇവിടെ നാക്കാൻ ഫുഡ് എന്ന് വിചാരിച്ചു എന്ന് സ്പെക്സുകാരൻ പറയുന്നുണ്ട്. അങ്ങനെ ഈ ദെക്സോണിയും വലിച്ചുകൊണ്ടാണ് കേട്ടോ കിമ്മിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ദെക്സോണിയാണെങ്കിൽ ഞാനില്ലടാ എന്നെ വിടടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവളെ വലിച്ചുകൊണ്ട് തന്നെ കിമ്മിൻ്റെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. കിമ്മിനെ വീണ്ടും കാണണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ദെക്സോന മാക്സിമം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ജങ്ങാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്നെന്താ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ന്യൂഡിൽസ് അല്ല, ഞാൻ കിംചി റൈസ് ഉണ്ടാക്കാൻ പറഞ്ഞു എന്ന് സ്പെക്സുകാരൻ പറയുന്നത് കേട്ട് സുൻവോ നീ ആരാ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ എന്ന് ചോദിക്കുകയാണ്. സ്പെക്സുകാരനാണെങ്കിൽ ഇപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഈ കാശിനേക്കാൾ മൂല്യമുള്ള ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്, അതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞ ബ്ലാക്ക് മെയിലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ബോറാനയാണെങ്കിൽ മിണ്ടാതിരിക്കുന്നു പറയുമ്പോൾ ശരി ചേച്ചി എന്ന് പറഞ്ഞ് നല്ല കുട്ടിയായിട്ട് സ്പെക്സുകാരൻ ഇരിക്കുന്നുണ്ട്.
ജങ്ങാണെങ്കിലോ പാവം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഇതെല്ലാവർക്കും കൂടി തികയോ എന്ന് ദെക്സോന ചോദിക്കുകയാണ്. തികയില്ലാലേ എന്ന് പറഞ്ഞ് പാവം വീണ്ടും പോയി വലിയൊരു പാത്രത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അയ്യോ ഈ ഫുഡ് ഒരുപാടായല്ലോ എന്ന് നോള് പറയുമ്പോൾ ചേട്ടൻ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാലെന്ന് സുൻവോ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ദെക്സോനയാണെങ്കിൽ പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ അറിയാം, എൻ്റെ അച്ഛൻ ആകെ ഉണ്ടാക്കാൻ അറിയുന്നത് ഈ കിംചി റൈസ് ആണെന്ന് അപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ജങ് ചേട്ടൻ സ്പെക്സുകാരനോട് ഫുഡ് ഇഷ്ടമായില്ലേ, നിനക്ക് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരണോ എന്നൊക്കെ നന്നായി ചോദിക്കുന്നുണ്ട്. സ്പെക്സുകാരനാണെങ്കിൽ എനിക്ക് ഫുഡ് ഇഷ്ടമായി, അല്ലെങ്കിൽ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന എന്തും ഇഷ്ടമാണെന്ന് പറയുകയാണ്. പാവം പുറത്തുനിന്ന് കഴിച്ച് മടുത്തിട്ടാണ്. സുൻവോയാണെങ്കിൽ അല്ല ഈ കിം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ജങ് ചേട്ടനാണെങ്കിൽ ഞാനൊരു വീഡിയോ വാങ്ങാൻ അവനെ പറഞ്ഞയച്ചിരിക്കുകയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ കിം കയറി വരുന്നുണ്ട്. ദെക്സോനയ്ക്കാണെങ്കിൽ കിമ്മിനെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണുന്ന കിം ഇന്നെന്താ വല്ല ഹോളിഡേ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഇവനോട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറയുകയാണ്. ആ ടൈമിൽ ഇവനൊന്നും മടിക്കുന്നുണ്ട്, കാരണം ദെക്സോന തന്നെയാണ്. ആ സമയത്ത് ബോറാനെയാണെങ്കിൽ വേഗം വന്നിരിക്കുക ഫുഡ് കഴിക്കുമെന്ന് പറയുമ്പോൾ ഇവൻ വേഗം തന്നെ ദെക്സോനയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. രണ്ടാളും ആകെ ഒരു ചീഞ്ഞ മട്ടിലാണ് ഇരിക്കുന്നത്. ഇതേസമയം സുൻവോയാണെങ്കിൽ വെള്ളമൊക്കെ എടുത്ത് ബോറാനിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ നോളിന് എന്തൊക്കെയോ സംശയം അടിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ടേക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്പെക്സുകാരനാണ് പറയുന്നത് ഒരു ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിട്ടുണ്ട്, ഇനി മുതൽ ടേക്ക് നല്ല ബിസി ആയിരിക്കുമെന്ന്. അതെന്താ ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവരതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ആ ടൈമിൽ കിം ആണെങ്കിൽ ദെക്സോനിയെ വിളിച്ച് എന്താ നിന്റെ ചൂണ്ടിലിരിക്കുന്നത്, അത് തുടച്ച് കളയുന്നു പറയുകയാണ്. ഇവളാണെങ്കിൽ ആകെ എന്തോ പോലെ അതൊക്കെ തുടച്ച് കളയുന്നുണ്ട്. രണ്ടുപേരും സംസാരിക്കാനും പറ്റുന്നില്ല എന്നെന്തോ ഒരു ആകെ ഫീലിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതേ സമയം ടേക്ക് മത്സരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതുപോലെ ക്ലബില് കോച്ചിനാണെങ്കിൽ ടേക്കിന്റെ കൂടെ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ടേക്കിന്റെ ഫാൻസിന്റെ ലെറ്റേഴ്സ് ഒക്കെ വായിക്കുകയാണ്. ആ സമയത്താണ് ഒരു ചാനലിലെ പ്രൊഡ്യൂസർ ടേക്കിന് ഇന്റർവ്യൂ ചെയ്യണം, എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഒപ്പിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് കോച്ചിനെ വിളിക്കുന്നത്. കോച്ചിന് ഇയാൾ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതായത് സ്പോൺസർഷിപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നിരസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ടേക്കിന് ഇതുപോലത്തെ ഫാൻസ് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിനോ ഒന്നും താല്പര്യമില്ല. ആകെ താല്പര്യമുള്ളത് ഈ ഗോ ഗെയിമിൽ ബാദൂക്ക് ഗെയിമിൽ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ ഈ കോച്ചും ആളുടെ അസിസ്റ്റന്റും സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിലെ അമ്മമാരൊക്കെ കൂടി ഷോപ്പിങ്ങിന് പോയതാണല്ലോ. സോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവർ തെരുവിലൊരു തട്ടുകടയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കാശ് കൊടുക്കുന്ന സമയത്ത് ദെക്സോനയുടെ അമ്മയാണ് കാശ് കൊടുക്കാൻ നോക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് സാരമില്ല നമുക്ക് കോഫി കുടിക്കാൻ എടുക്കാന്നൊക്കെ പറഞ്ഞ് കിമ്മിൻ്റെ അമ്മയാണ് ക്യാഷ് പേ ചെയ്യുന്നത്. ഇവർ മൂന്നുപേരും അങ്ങനെ ജോളിയായി ഫുഡൊക്കെ കഴിച്ച് ഷോപ്പ് ചെയ്ത് നടക്കുന്ന ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ദെക്സോനയുടെ അമ്മയാണെങ്കിൽ എല്ലാവരും ഡിന്നർ കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ എന്നെ പേര് വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കിമ്മിൻ്റെ വീട്ടിലാണെങ്കിലോ നേരെ തിരിച്ചാണ്. ആദ്യമൊക്കെ അമ്മ മര്യാദയ്ക്ക് വിളിക്കുന്നുണ്ട്, അതിനുശേഷം കാണാൻ്റെ ആകുമ്പോൾ 1 2 3 എന്ന് എണ്ണുമ്പോഴേക്കും എല്ലാവരും ഷടപടെ എന്ന് അവിടെ എത്തുകയാണ്. സുൻവോൻ്റെ വീട്ടിലാണെങ്കിലും ഇതുപോലെ ഡിന്നർ കഴിക്കുന്നത് കാണിക്കുകയാണ്. അവിടെ ജിഞ്ചു പാട്ടൊക്കെ പാടുന്നുണ്ട്. സുൻവോയാണെങ്കിലോ ചോയാങ്കിളിനെ വിളിക്കാറില്ലേ, ടേക്ക് രാത്രിയാവും എത്താൻ, ആളവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്, കാരണം ഇവൻ ഇങ്ങനെയൊന്നും പറയാറില്ല. എന്ന അമ്മയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആളങ്ങ് കഴിച്ചോളൂ എന്ന് പറയുകയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ അമ്മ ഓൾറെഡി തന്നെ ആൾക്ക് ഫുഡൊക്കെ എത്തിച്ചിട്ടുണ്ട്, അതാണ് ഇങ്ങനെ പറയുന്നത്. ദെക്സോനയുടെ വീട്ടിലാണെങ്കിലോ എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് നോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്നാ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുക, എൻ്റെ ക്ലാസ്സിലെ പകുതി മുക്കാൽ കുട്ടികളും അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് കഴിയട്ടെ നമുക്ക് ഉടനെ തന്നെ മാറാമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ ദെക്സോനയാണെങ്കിൽ അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തിയ ഞാൻ തന്നെ ഒരു വീട് വാങ്ങിത്തരില്ലേ എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ ആദ്യം നീ മര്യാദയ്ക്ക് പഠിച്ച കോളേജിൽ അഡ്മിഷൻ എങ്ങനെയെങ്കിലും ശരിയാക്ക്, നിൻ്റെ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് നിൻ്റെ പേര് മാറ്റിയിട്ട് സിയോന എന്ന് വരെ ആക്കി, എന്നിട്ടെങ്ങാനും നിനക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ എടുത്ത് അടിക്കുമെന്ന് പറയുകയാണ്. അച്ഛനാണെങ്കിൽ നീ ഇങ്ങനെ പേടിപ്പിക്കില്ലേ, അവൾ മിടിക്കുകയല്ലേ, അവൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് ബോറാനിക്ക് അതങ്ങ് ഇത്ര ഇഷ്ടപ്പെടുന്നില്ല. അവളാണെങ്കിൽ പിന്നെ ഇവൾക്കല്ലേ കിട്ടുന്നത്, തേങ്ങ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നോളും ഇവളെ കളിയാക്കുകയാണ്. നാളെയിലെ കോളേജിൽ ഇൻ്റർവ്യൂ നീ നന്നായി അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട്. ലാസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ കോളേജിലേക്കുള്ള കുട്ടികൾ അവരെടുത്ത് തുടങ്ങിയിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ആ സമയത്ത് ദെക്സോന ഞാനൊന്ന് പുറത്തു പോയി വരാമെന്ന് പറഞ്ഞ് പോകുന്നത് നേരെ സുൻവോൻ്റെ അടുത്തേക്കായിരിക്കും. സുൻവോട് സംസാരിക്കുന്ന കാര്യവും ദെക്സോനെ പറ്റിയായിരിക്കും. അതായത് എല്ലാവർക്കും ദെക്സോനയെ ഭയങ്കര ഇഷ്ടമാണ്. ദെക്സോന എവിടെ ഉണ്ടെങ്കിലും ആളുകളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവൾ പ്രിറ്റിയാണ്, കാണാൻ ക്യൂട്ടാണ്, നല്ല സ്വഭാവമാണ്, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തപ്പോൾ അങ്ങനെയൊക്കെ തോന്നാനെന്ന് സുൻവോ ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ അവൾക്ക് ഒരു പ്രശ്നവുമില്ല, അവൾ അച്ഛനെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, ഒരു നാണക്കേടുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സുൻവോ ചോദിക്കുന്നുണ്ട് നീയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമെന്ന് ബോറാന ചോദിക്കുമ്പോൾ അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ടുപേരും അത്ര ക്ലോസ് അല്ല അല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. ബോറാനയാണെങ്കിലോ ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം, ഒരു പ്രശ്നവുമില്ല, ചിലപ്പോഴേ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും
ചോദിക്കും. ഈ ഡേറ്റിംഗ് തുടങ്ങിയതിന് ശേഷം നിനക്കും ബോറടിക്കുന്നില്ലേ എന്ന് ഇവൾ ചോദിക്കുകയാണ്. സുൻവോയാണെങ്കിൽ എനിക്ക് എന്തായാലും ദെക്സോനയുടെ ക്യാരക്ടറിനെയൊക്കെ ഇഷ്ടം ബോറാനയുടെ ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ഇവൾക്ക് ചിരി വരുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ അവിടെ കാണിക്കുകയാണ്. നൈറ്റിൽ കിടക്കുന്ന സമയത്ത് ദെക്സോനയുടെ അമ്മയാണെങ്കിലോ അച്ഛന് സാലറി ക്രെഡിറ്റ് ആയത് വീണ്ടും വീണ്ടും പാസ്ബുക്ക് നോക്കി കൺഫേം വരുത്തുകയാണ്. അതായത് ഫുൾ സാലറി ഒന്നും അങ്ങനെ കിട്ടാറില്ലല്ലോ. അപ്പം അത് കിട്ടിയതിനുള്ള ഒരു സന്തോഷം ആളുടെ ഫേസിലുണ്ട്. ആ സമയത്ത് അമ്മയും അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും ബോറാനിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ദെക്സോനയോടും നോളിനോടും പെരുമാറുന്ന പോലെയല്ല ബോറാനിയോട് പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം, അവളെൻ്റെ മൂത്ത മകളല്ലേ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ബഹളം വെക്കുന്നുണ്ട്. അതായത് അച്ഛനത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇതേ ടൈമിൽ ബോറാനിയും സുൻവോയും ബായിയൊക്കെ പറയുന്ന സമയത്ത് ബോറാന ചോദിക്കുന്നുണ്ട്, അടുത്ത സൺഡേ നമുക്ക് പുറത്തേക്ക് ഒരു കോഫി കുടിക്കാൻ പോയാലോ എന്ന്. ഇത് കേൾക്കുമ്പോൾ സുൻവോ ഞെട്ടുകയാണ്. ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുൻവോ ഒരു കിസ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് ബോറാനിയെ വിടുന്നത്. അങ്ങനെ അന്ന് നൈറ്റിൽ ബോറാന നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ദെക്സോനയാണെങ്കിൽ പഠിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഉറക്കം തൂങ്ങി അങ്ങ് വീഴുകയാണ്. ആ ടൈമിലാണ് പെട്ടെന്നൊരു കോള് വരുന്നത്. ഈ നേരത്തെ ഇത് ആരെ വിളിക്കുന്നതെന്ന് ദെക്സോന പറയുന്നുണ്ട്. അതേപോലെ കോള് കിമ്മിനും സുൻവോയ്ക്കും ചെല്ലുന്നുണ്ട്. അത് വേറെ ആരും ആയിരിക്കില്ല, സ്പെക്സുകാരനായിരിക്കും. കാലിന് എന്തോ ഒരു ചെറിയ മുറിവ് പറ്റിയിട്ടാണ് ഇവരെ 3 പേരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതെങ്ങനെയാ പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അങ്ങനെ റൈഡ് നടത്തിയപ്പോൾ പറ്റിയതാവുമെന്ന് പറയുന്നത് കേട്ട് ദെക്സോനെ അങ്ങ് ഞെട്ടുകയാണ്. എടാ നീ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് കിം പെട്ടെന്ന് തന്നെ അവളുടെ വായ പൊത്തുന്നുണ്ട്. അതായത് ഇവർ ടേക്കിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അങ്കിൾ എങ്ങാനും ഇപ്പം എണീക്കുമെന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. നീ എങ്ങനെ ഇനി വീട്ടിൽ പോവുക? ഇന്ന് ടേക്ക് ഗെയിമിന് പോയതുകൊണ്ട് നിനക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ലേ, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് അതെങ്ങനെയെങ്കിലും ഞാൻ വീട്ടിൽ കയറി പറ്റിക്കോളാം. അല്ലെങ്കിൽ തന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, അവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ എന്നെ അവിടെ കണ്ടില്ലെങ്കിലാണ് പ്രശ്നം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റിയാൽ മതി. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒടുക്കത്ത് തിരക്കാം. അമ്മയാണെങ്കിൽ ഈ പ്രൊമോഷൻ്റെ വക്കിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് അമ്മയ്ക്കും സമയമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ സുൻവോന്റെ കൂടെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. ദെക്സോനയാണെങ്കിൽ ഈ മരുന്നൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നീ ഇങ്ങനെയാണോ വന്നേ എന്ന് കിം ചോദിക്കുന്നുണ്ട്. അതായത് കോട്ടൊന്നും എടുത്തില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവളാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ അവൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉള്ള ഒരു കോട്ട് ഇവൾക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഇവനതിന് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സീൻ അവിടെ കാണിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ദെക്സോന വീട്ടിലുണ്ടാക്കിയ ഒരു ഐറ്റം ടേക്കിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആളോട് ചോദിക്കുന്നുണ്ട്, ടേക്ക് വന്നില്ലേ അങ്കിളേ എന്ന്. ഇന്ന് രാവിലെ നേരത്തെ എത്തിയെന്ന് പറയുന്ന സമയത്ത് ഇവൾ റൂമിൽ പോയി നോക്കുമ്പോൾ ബാദൂക്ക് ഗെയിമൊക്കെ കളിച്ച് ആ നിലത്ത് കിടന്നുറങ്ങുന്ന ടേക്കിനെയാണ് കാണുന്നത്. ഇവൾക്ക് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. ഇവൾ ആ മെഡിസിൻസ് ഒക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി ഇവനൊരു പുതപ്പൊക്കെ പുതച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം സുൻവോന്റെ വീട്ടിലാണെങ്കിൽ സുൻവോന്റെ അമ്മ ടേക്കിൻ്റെ അച്ഛനെ പറ്റിയിട്ടായിരിക്കും പറയുണ്ടായിരിക്കുക. ആള് എല്ലാ സ്പോർട്സിലും മിടുക്കനാണ്. ഈ ബേസ്ബോളിലായാലും ഫുട്ബോളിലായാലും ആള് നല്ല പ്ലെയറാണ്. അതുകൊണ്ട് നീ അറിയാണ്ട് എങ്ങാനും ആളായിട്ടൊന്നും ബെറ്റ് വെക്കല്ലേ, തോറ്റുപോകും. ഈ ടേക്ക് ഇത്രയും സ്മാർട്ടായത് എങ്ങനെയാണെന്ന് നീ വിചാരിച്ച്, ആളുടെ അച്ഛൻ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ സുൻവോയുടെ കിളി പോവുകയാണ്. ആൾ ഇത്രയും നന്നായി ഗെയിം കളിക്കുന്നു, എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നേ, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ബെസ്റ്റ്, ആൾ നിന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നിനക്കറിയാലോ ആൾ പതുക്കെ സ്ലോ മോഷനിലേ സംസാരിക്കുന്നുണ്ടാവുള്ളൂ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സുൻവോയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. സുൻവോയാണെങ്കിൽ ആൾ ശരിക്കും നല്ല ആളാട്ടോ, എനിക്ക് ആളെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ട് അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മയാണെങ്കിൽ നീ ഇപ്പം ഇതെന്തിനാ എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞ് വേഗം അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ദെക്സോനയാണെങ്കിലോ സ്കൂളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മയാണെങ്കിൽ 2 മണിക്കല്ലേ ഇന്റർവ്യൂ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദെക്സോന ആകെ ഇല്ലാണ്ടാവുകയാണ്. അവളാണെങ്കിൽ അതെ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ പകുതി ജീവനോട് കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ബോറാനയും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പെക്സുകാരനും ഇതുപോലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ വീട്ടിൽ ചോദിക്കുന്നുണ്ട്. എവിടെ, അമ്മയും അച്ഛനും ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും. പതിവ് പോലെ തന്നെ അവിടെ വെച്ചിട്ടുള്ള പൈസയിൽ നിന്ന് കുറച്ച് പൈസ അവൻ്റെ ലഞ്ചിന് വേണ്ടി എടുത്തിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നെക്സ്റ്റ് കാണിക്കുന്നത് ദെക്സോനയുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ തന്നെ ഇന്റർവ്യൂസിന് വേണ്ടി പോകുന്നതാണ്. ഓരോരുത്തർ പോകുന്നതും ഒരുപാട് ആളുകൾ വിഷമത്തിൽ വന്നിരിക്കുന്നത് ഇവൾ കാണുന്നുണ്ട്. അങ്ങനെ അവസാനം ജായുൻ പോകുന്നുണ്ട്. അവളും നല്ല സാഡായിട്ടാണ് വന്നിരിക്കുന്നത്, സെലക്ട് ആയിട്ടുണ്ടാവില്ല. അതിനുശേഷം ദെക്സോനെയാണ് വിളിക്കുന്നത്. അങ്ങനെ ദെക്സോന പോകുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേ സമയം ബോയ്സിൻ്റെ സ്കൂളിലെ സ്പെക്സുകാരനാണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അതായത് PT പീരീഡ് ആണ്. ഈ PT പീരീഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒടിഞ്ഞു കുത്തിയിരിക്കുന്നേ, വേഗം വായോ, എന്താ ചേഞ്ച് ചെയ്യാത്ത ഡ്രസ്സ് ഒന്നൊക്കെ പറയുകയാണ്. അതായത് ആക്ച്വലി അത് PT പീരീഡ് ആയിരിക്കില്ല, അത് മാറ്റിയിട്ട് എല്ലാവരെയും അവിടെ ഇരുത്തി സെൽഫ് സ്റ്റഡി ആയിരിക്കും. ഇത് കാണുന്ന സ്പെക്സുകാരന് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ആകപ്പാടുള്ളൊരു PT പീരീഡും പോയി. ദെക്സോനയാണെങ്കിലും അമ്മയുടെ കൂടെ ടീച്ചറുമായിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അമ്മയാണെങ്കിൽ ഇവൾക്ക് ഏറ്റവും നല്ല കോളേജിൽ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല, കാരണം ഇവളുടെ ഗ്രേഡ് ഒന്നും അത്ര നല്ലതല്ലല്ലോ, പക്ഷേ ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടുമായിരിക്കില്ല എന്നൊക്കെ
എന്നൊക്കെ ചോദിക്കുമ്പോൾ ടീച്ചർ കുറച്ച് വിഷമത്തോടു കൂടിയാണ് പറയുന്നത്, ദെക്സോനയുടെ മാർക്കൊക്കെ വളരെ മോശമാണ്, ഈ മാർക്ക് വെച്ചിട്ട് ഒരു കോളേജിലും കിട്ടാൻ സാധ്യതയില്ല എന്ന്. ആ സമയത്ത് ഇവർ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ടീച്ചർ ഇവരെ മോട്ടിവേറ്റും ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ സാഡ് ആവല്ലേ, ഒരു വർഷം കൂടി ബാക്കിയുണ്ടല്ലോ, ആ ഒരു വർഷം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കോളേജിൽ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മാത്രമല്ല ദെക്സോനയുടെ താഴെ വീണ്ടും 400 പേരുണ്ട് മാർക്ക് കുറഞ്ഞത്. സോ ദെക്സോൻ അത്ര മോശമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ദെക്സോനെ ശരിക്കും പേടിക്കുകയാണ്. അമ്മയുടെ നിന്ന് ഒരു അടിയോ ചീത്തയാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അമ്മയാണെങ്കിൽ സൊയോന എന്ന് വിളിക്കുന്നതിന് പകരം ദെക്സോന എന്ന് വിളിച്ച ക്ലാസ്സിലേക്ക് പോകാനാണ് പറയുന്നത്. ഇതുകൂടി കേൾക്കുമ്പോൾ ദെക്സോനയ്ക്ക് അങ്ങ് സങ്കടാവുകയാണ്. അതായത് കോളേജിൽ ചേരുന്നത് വരെ സൊയോന എന്ന് വിളിക്കാന്നല്ലേ പറഞ്ഞത്. കുറേ കാലത്തിന് ശേഷം അമ്മ ഇപ്പോൾ ദെക്സോന എന്ന് വിളിച്ചപ്പോൾ തൻ്റെ മേളിലുള്ളൊരു പ്രതീക്ഷ അത് അമ്മയ്ക്ക് പോയി എന്ന് മനസ്സിലാക്കുന്ന ദെക്സോന അങ്ങ് കരയുകയാണ്. സോറിയും പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടും ബാദൂക്ക് ഗെയിം പ്രാക്ടീസ് ചെയ്യുന്ന ടേക്കിനോട് കോച്ച് പറയുന്നുണ്ട് വീട്ടിലേക്ക് പോകാൻ. ആ സമയത്ത് കോച്ച് ചെറുതായിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് 30 മിനിറ്റ് ഇൻ്റർവ്യൂ ആണ്, ക്യാമറ ഒന്നും ഉണ്ടായിരിക്കില്ല. അയാൾ ഒരുപാടായി പറയുന്നു, ടോപ്പ് പ്ലെയർ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ചോദിക്കുന്നത്, ഈ ഗോ ഗെയിമിനെ പറ്റിയിട്ടല്ലാണ്ട് വേറെ ഒന്നിനെ പറ്റിയിട്ട് ആൾ ചോദിക്കില്ല, ഒന്ന് സമ്മതിക്കൂ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. ടേക്കിൻ്റെ വീട്ടിലാണെങ്കിലും അച്ഛൻ ജീഞ്ചുവിനെയൊക്കെ ഉറക്കി നിൽക്കുന്ന സമയത്താണ് ജീഞ്ചുവിൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് മോട്ടോർ സൈക്കിളിൽ വന്ന ഒരാളെ എൻ്റെ ബാഗ് മോഷ്ടിച്ചു കൊണ്ടുപോയി, എൻ്റെ കൈ അങ്ങ് ഒടിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ ടേക്കിൻ്റെ അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ഒരു സങ്കടം തോന്നുന്നുണ്ട്. ഇതേ ടൈമിൽ കിമ്മും സുൻവോയും സ്പെക്സുകാരനും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ടൈമിലാണ് ബോറാന പുറത്തേക്ക് പോകുന്നത് കാണുന്നത്. ഇതെങ്ങോട്ടാ ചേച്ചി ഇത്രയും ലേറ്റ് ആയിട്ടെന്ന് സ്പെക്സുകാരൻ ചോദിക്കുമ്പോൾ നീ മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കുമെന്ന് ബോറാന പറയുന്നത് കേട്ട് സോറി ചേച്ചി എന്ന് സ്പെക്സുകാരൻ പറയുന്നുണ്ട്. ബോറാന അവിടെ നിന്ന് പോയതും സുൻവോയാണെങ്കിൽ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് വരെ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. സംഭവം ആളവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണത് കിമ്മിന് മനസ്സിലാവുന്നുണ്ട്. സ്പെക്സുകാരനാണെങ്കിൽ അതിന് സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടാവില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ കിം ആക്ഷൻ കാണിക്കുകയാണ്. സുൻവോയാണെങ്കിൽ നേരെ പോയി ബോറാനയെ ചേർത്ത് വിളിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ദെക്സോന വരുന്നത് കണ്ട് രണ്ടുപേരും ഞെട്ടുന്നത്. ദെക്സോനയാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ടില്ല, താഴത്തേക്ക് നോക്കി ഭയങ്കര സങ്കടത്തിലാണ് വരുന്നത്. ബോറാനയാണെങ്കിൽ ഇതെന്താ ഇത്രയും ലേറ്റ് ആയിട്ട്, നീ എവിടെയായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ നിന്റെ കാര്യം നോക്കുന്ന ദെക്സോന പറയുന്നത് കേട്ട് ബോറാന ചൂടാവാൻ നിൽക്കുകയാണ്. സുൻവോയാണെങ്കിൽ വേണ്ട വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നുണ്ട്. സ്പെക്സുകാരനാണെങ്കിലോ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്കില്ല, എന്തായാലും മൈക്കിളിൻ്റെ അടുത്തേക്ക് പോകണം, മോട്ടോർ സൈക്കിൾ ഓടിക്കാനുണ്ടെന്ന് പറയുമ്പോൾ കിം നന്നായി ചീത്ത പറയുന്നുണ്ട്. പറ്റുന്ന പണിക്ക് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ച് സ്പെക്സുകാരനാണെങ്കിൽ ഈ തണുപ്പത്ത് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ മുഖത്തേക്കൊരു കാറ്റടിക്കുന്നുണ്ട്, ആ ഫീൽ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ നീ ആദ്യം ആ മൂക്കുന്ന് വരുന്ന വെള്ളം തുടച്ച് കളയുമെന്ന് കിമ്മ് പറയുകയാണ്. അങ്ങനെ കിമ്മ് വീട്ടിലേക്ക് കയറുന്ന സമയത്താണ് ദെക്സോന ഭയങ്കര വിഷമത്തിൽ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഇവനാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കാത്ത പോലെ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവനൊന്ന് നിൽക്കുകയാണ്. ജസ്റ്റ് അവളുടെ അടുത്തേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അവിടേക്ക് ടേക്ക് വരികയാണ്. അതായത് അവന് മുന്നേ ദെക്സോനയുടെ അടുത്ത് ടേക്കാണ് എത്തുന്നത്. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടേക്ക് ചോദിക്കുമ്പോൾ ഇവളൊന്നും ഇല്ലയെന്നാണ് പറയുന്നത്. ഇവനാണെങ്കിൽ ഭയങ്കര എനർജിയൊക്കെ പോയി ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. നിനക്ക് എന്താ പറ്റിയ, കളിയിൽ നിന്ന് തോറ്റോ, എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇവളുടെ തോളിലേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ കിമ്മിൻ്റെ വീടിൻ്റെ വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. അതായത് കിം ഇത് കണ്ടിട്ടായിരിക്കണം ഉള്ളിലേക്ക് പോയത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ടേക്കിൻ്റെ വീട്ടിലേക്ക് സുൻവോ ഒരു ഫുഡ് ഐറ്റമായിട്ട് വരികയാണ്. ആ സമയത്ത് ടേക്ക് കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. നീ ഈ ഗെയിം കൂടിയും കഴിഞ്ഞാൽ നിൻ്റെ ഈ വർഷത്തെ ഗെയിമൊക്കെ കഴിഞ്ഞു അല്ലേ എന്ന് സുൻവോ ചോദിക്കുമ്പോൾ അതേ എന്ന് ടേക്ക് പറയുന്നുണ്ട്. സുൻവോയാണെങ്കിൽ എന്നിട്ട് നീ ദെക്സോനയെ പ്രപ്പോസ് ചെയ്യാനായിരിക്കും പ്ലാൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എങ്ങനെ എൻ്റെ മനസ്സ് കറക്റ്റായിട്ട് വായിച്ചെടുത്തതെന്ന് അപ്പോൾ ടേക്ക് ചോദിക്കുന്നുണ്ട്. സുൻവോയാണെങ്കിൽ അപ്പോൾ എന്തായാലും നിൻ്റെ ലാസ്റ്റത്തെ ഗെയിമിന് നീ ചൈനയ്ക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരാഴ്ച കൂടിയാലോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ കൂടാലോ എന്ന് ടേക്ക് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പോകാൻ സമയമായതുകൊണ്ട് സുൻവോ അവിടെ നിന്ന് ഓടുകയാണ്.